സിന്ദൂരരേഖ ഭാഗം 94. ആണോ? അമ്മാള് ചിലപ്പോൾ ഇന്ന് കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമായിരിക്കും. അമ്മ പറഞ്ഞതും മനു ഒന്ന് മൂളി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. ഉണ്ണി ഹോസ്പിറ്റലിലേക്ക് പോലെ കേട്ടോ. മനു അത് പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവളുടെ സ്മെല്ലാണ് അവന് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുളിച്ചൊക്കെ കഴിഞ്ഞ് അവൻ വേഗം റെഡിയായി ഇറങ്ങി. പോവാം. ഫോർമലായി റെഡിയായി വന്നവൻ ഉണ്ണിയോട് ചോദിച്ചു. ആ, എൻ്റെ കാറിൻ്റെ കീ. മനു അത് ചോദിച്ച് കീ ഹോൾഡറിൽ അവൻ്റെ കാറിൻ്റെ കീ തിരഞ്ഞു. അത് അമ്മാൾ കൊണ്ടുപോയി. ആണോ? എങ്കിലും നിൻ്റെ കാർ എടുക്ക്. മനു ഫയലൊക്കെ എടുത്തു നോക്കി അമ്മയോടും യാത്ര പറഞ്ഞ് ഉണ്ണിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകും വഴി മനു ഒന്നും മിണ്ടിയില്ല. ഉണ്ണിയും ഒന്നും മിണ്ടിയില്ല. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. നീ ഹോസ്പിറ്റലിലേക്ക് വെക്കോ, ഞാൻ ബ്രാഞ്ചിലുണ്ടാവും. ഉണ്ണിയെ മെയിൻ ബ്രാഞ്ചിൽ ഇറക്കിയതിന് ശേഷം മനു കാറുമായി നേരെ അടുത്ത ബ്രാഞ്ചിലേക്ക് പോയി. ഗൗരവമായിരുന്നു അവൻ്റെ മുഖത്ത് നിറയെ. മനു ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും അവനെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. കാരണം കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണല്ലോ ആളെ കാണുന്നത്. അതിൻ്റെ ഒരു ഞെട്ടൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. അവൻ വരുന്നത് അറിയില്ലായിരുന്നുവെങ്കിൽ പോലും അവൻ ക്യാബിനിലേക്ക് എത്തും മുന്നേ തന്നെ അവൻ്റെ PA അങ്ങോട്ട് എത്തിയിരുന്നു. ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് എനിക്കൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുതരണം. ഉണ്ണി സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞത് മാത്രം മതി. ഷുവർ സർ. അകത്തേക്ക് കയറും മുന്നേ അവൻ അയാളോട് പറഞ്ഞതും അയാൾ ഓഫീസിലേക്ക് നടന്നു. മേ ഐ കമിൻ സർ? ക്യാബിനിലേക്ക് കയറിയിരുന്നപ്പോൾ തന്നെ ആരോ വന്ന് വിളിച്ചു. യെസ് കമിൻ. ആ, സാമുവൽ, വാ ഇരിക്ക്. ആളെ കണ്ടതും മനു പുഞ്ചിരിയോടെ പറഞ്ഞു. സാമുവൽ അകത്തേക്ക് കയറിയിരുന്നു. മനു എപ്പോൾ എത്തി? ഞാനിന്ന് രാവിലെ എത്തിയുള്ളൂ. അധികം നേരം കളയാനില്ലാത്തത് കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖം, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പപ്പയെ കാണാൻ പോയിരുന്നു അല്ലേ? യെസ്. അവിടെ വരെ പോയിട്ട് സിറിൽ സാറിനെ കാണാതെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ പോയി കണ്ടിരുന്നു. ആ, എന്നെ വിളിച്ചപ്പോൾ പപ്പ പറഞ്ഞു. അത് പറഞ്ഞതും മനു ഒന്ന് പുഞ്ചിരിച്ചു. സാമുവൽ എന്താ വന്നതെന്ന് പറഞ്ഞില്ല. ഓ, വിശേഷമൊക്കെ ചോദിച്ചും പറഞ്ഞു വന്നപ്പോൾ വന്ന കാര്യം മറന്നുപോയി. ഐ എം സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ, താൻ പറയൂ. അത് നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഡോക്ടറെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് എൻ്റെ സിസ്റ്റർ, അതായത് സാനിയ സിറിൽ, ആളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ആൾ കറൻ്റ്ലി പഠിച്ചതും ജോലി ചെയ്യുന്നതുമൊക്കെ US-ലാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആവാനായിട്ടൊരാഗ്രഹം. അങ്ങനെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രനാളും ജോലി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അന്നേരമാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതും ഇവിടെ അപ്ലൈ ചെയ്യുന്നതും. സോ അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. റെക്കമെൻഡേഷൻ ആണോ? ഏയ് നെവർ. വർമ്മ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരാളെ അപ്പോയിൻ്റ് ആക്കുന്നതെന്നും ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതാണ്. അതെല്ലാം കഴിവിൻ്റെയും സ്കില്ലിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ബേസിലാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ എൻ്റെ സഹോദരിക്ക് വേണ്ടി ഇവിടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം വിഡ്ഢിയല്ല. ഞാനതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ, അപ്പോൾ വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ കൊടുത്തവരിൽ നിന്നും കുറച്ച് പേര് സ്ക്രൂട്ടിനൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. മനു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഞാൻ അതൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ സാം, ഇനി എന്തെങ്കിലും ഉണ്ടോ? നോ സാർ, ഐ എം ലീവിങ്. അത് പറഞ്ഞ് പിന്നെയും അധികം സമയം സംസാരിക്കാൻ നിൽക്കാതെ സാമുവൽ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൻ പോകുന്നത് നോക്കി നിന്ന മനുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞതും മനുവിനെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൻ അത് എടുത്തു നോക്കി. ഉണ്ണിയാണ് വിളിക്കുന്നത്. ഏട്ടാ, എന്തായി? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിപ്പോൾ ഇറങ്ങും. ഞാൻ വരണോ? വേണ്ട, നീ ഇവിടെ വേണം. മനു പറഞ്ഞതും ഉണ്ണിയൊന്ന് മൂളി. പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞതും മനു പോകാനിറങ്ങി. ഇപ്പോഴും ഓരോ തിരക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് മനു കൺസൾട്ടേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാമെന്നൊരു രീതിയാണ് മനുവിന്. പിന്നെ ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ളതിലും കൂടുതൽ കാര്യങ്ങൾ അവന് പുറത്തുനിന്ന് തന്നെ ചെയ്യാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ ദേവനിലയത്തിലേക്കാണ് വന്നത്. കുറച്ചധികം നാൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ അവന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെയുള്ള അവൻ്റെ പേഴ്സണൽ റൂമിലേക്കാണ് അവൻ ആദ്യം തന്നെ കയറി ചെന്നത്. അവിടെ ഇരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ചിന്തകൾ മുഴുവൻ അമ്മാളുവിനെക്കുറിച്ച് തന്നെ ആയിരുന്നു. അവളെ ഒന്ന് കാണാനായിട്ട് അവൻ്റെ മനസ്സ് അത്രയും കാത്തിരിക്കുന്നുണ്ട്, തുടിച്ചു ചാടുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ അവൾ കോളേജിൽ പോയിരിക്കുവാണെങ്കിൽ അവളെ അവിടെ പോയി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് കരുതി തടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കോളേജ് കഴിയുന്ന സമയത്ത് തന്നെ അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരണം എന്ന തീരുമാനത്തിൽ അവനങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് സമയത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു.
കാരണം കോളേജ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് എത്താനുള്ളൊരു ആവേശമായിരുന്നു അവന്. അങ്ങനെ കൃത്യസമയമായപ്പോൾ തന്നെ അവൻ കോളേജിൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവിടെ കാത്തു നിന്നിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും അവളെ കാണുന്നില്ല. അവൻ കോളേജ് മുഴുവനൊന്ന് നോക്കി. ഉണ്ണി പറഞ്ഞതനുസരിച്ച് മനുവിൻ്റെ കാറായിട്ടാണ് അവൾ എല്ലാ ദിവസവും ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ കാർ പാർക്ക് ചെയ്തിരുന്നതിൽ നോക്കിയപ്പോൾ തൻ്റെ കാർ അതിൽ കാണുന്നുമില്ല. അമ്മാളും ഇനി വന്നില്ലേ? അവൻ്റെ മുഖം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു. എക്സ്ക്യൂസ് മീ, ഇന്നിവിടെ ആർട്സിൽ പഠിപ്പിക്കുന്ന സംസ്കൃതി വന്നിരുന്നോ? സംസ്കൃതിയുടെ ഹസ്ബൻഡല്ലേ? കുറച്ചു നേരം അവളെ അവിടെ കാത്തു നിന്നിട്ടും അവളെ കാണാതെ ആയതും അകത്തുനിന്ന് പുറത്തേക്ക് നടന്നു വന്നൊരു ടീച്ചറോട് അവൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവളെക്കുറിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോൾ തന്നെ അവർ സംസ്കൃതിയുടെ ഭർത്താവല്ലേ എന്ന് തിരികെ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അതെ, ഞാൻ ആശ. ഞാനും അതേ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ സംസ്കൃതിക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. ആള് രാവിലെ വന്നിട്ട് ഉച്ചയായപ്പോൾ പോയി. അവർ പറഞ്ഞതും അവൻ ചമ്മിയ പോലെ ഒന്ന് ചിരിച്ചു. ഹസ്ബൻഡിനോട് പറഞ്ഞില്ലേ സംസ്കൃതി? ആക്ച്വലി ഞാൻ നാട്ടിലില്ലായിരുന്നു, ഇന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി വന്നതാ. പക്ഷെ പാളിപ്പോയി. ഇനി എന്തായാലും വീണെടുത്ത് കിടന്ന് ഉരുളണ്ടല്ലോ എന്ന് കരുതി മനു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. കൊള്ളാം, എന്തായാലും ഡോക്ടറെ എനിക്കറിയാം കേട്ടോ. അവനങ്ങനെ പോകാനൊരുങ്ങിയതും പെട്ടെന്നാണ് അവരങ്ങനെ പറയുന്നത്. തന്നെ ഡോക്ടറെന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അവൻ ആശ ടീച്ചറെ തിരിഞ്ഞൊന്ന് സംശയത്തോടെ നോക്കി. ഇങ്ങനെ നോക്കണ്ട, എൻ്റെ തൈറോയ്ഡ് സർജറി ചെയ്തത് ഡോക്ടറായിരുന്നു. വർമ്മ ഹോസ്പിറ്റൽസിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പ്രോപ്പർ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാണ്. അത് കഴിഞ്ഞൊരു കുഴപ്പവും വന്നിട്ടില്ല. അവർ പറയുന്നത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അല്ലാതെ അവനൊന്നും പറയാനില്ലായിരുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് കേട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഡോക്ടർ മാനവർമ്മയ്ക്ക്. പക്ഷേ അതിൻ്റെ മുകളിൽ കരിനീഴൽ വീണു. ഒരു ചെറിയ പിഴവ് കൊണ്ട് തനിക്കുണ്ടായിരുന്ന പ്രശസ്തി മുഴുവൻ പാഴായിപ്പോയി. ആർക്കും വേണ്ടാത്തവനായി മാറി. ഇപ്പോൾ കൺസൾട്ടേഷൻ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ബ്രദറാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓ ഓക്കെ, എങ്കിലും സർപ്രൈസ് മുടക്കണ്ട, ഡോക്ടർ ചെല്ല്. അവർ പറഞ്ഞതും മനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മ രാവിലെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അമ്മാള് ചിലപ്പോൾ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കാണും എന്ന് കരുതി മനു അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ വീടിൻ്റെ മുന്നിൽ കാറ് കാണാതെ ആയപ്പോൾ തന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയിരിക്കുക എന്ന് മനു ചിന്തിച്ചു. അവൻ്റെ മുഖമാണെങ്കിൽ ആകെ വല്ലാതെയായി. അവളെ ഒന്ന് കാണാൻ, തന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള അവളുടെ മുഖഭാവം കാണാനൊക്കെയാണ് ഇത്രയും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അവളെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവൻ വീട്ടിലേക്കൊന്ന് കയറി. അമ്മ. അകത്തേക്ക് കയറും വഴി തന്നെ അവൻ അമ്മയെ നീട്ടി വിളിച്ചു. നീ വന്നോ? അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അമ്മ ചോദിച്ചു. പക്ഷേ അമ്മയുടെ മുഖത്തൊരു കനം പോലെ തോന്നി അന്നേരം അവന്. ഒരുതരം താല്പര്യമില്ലായ്മ, തന്നെ വലിയ മൈൻഡില്ലാത്തതുപോലെയൊക്കെ. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സോഫയിലേക്ക് വന്നിരുന്ന അമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറഞ്ഞു. ഞാനെന്ത് പറയാൻ? ഞാനിങ്ങോട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, അമ്മയായാലും ഉണ്ണിയായാലും എന്നോട് പഴയതുപോലെ സംസാരിക്കുന്നില്ല. എന്താ അത്? എന്താ കാരണമെന്ന് നിനക്കറിയില്ലേ? ഞാൻ അമ്മാളുവിനെ വിളിക്കാറില്ലായിരുന്നു, അതല്ലേ കാരണം. അപ്പോൾ കാര്യകാരണങ്ങളൊക്കെ അറിയാം, എന്നിട്ടും എന്തിനാ ഈ ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയം? അമ്മ, ഞാൻ പോയ കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അമ്മാളുവിനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ നിനക്ക് അവളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ ഫാമിലി തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ ഫാമിലിയേക്കാൾ മുൻതൂക്കം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല മനു, അവളോട് പറയണം. നീ ഇല്ലാതിരുന്നിട്ടും അവൾ എങ്ങനെയാണ് ഇവിടെ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്കും ഉണ്ണിക്കും മാത്രമേ അറിയൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവൾ അവളുടെ വീട്ടിലാണ്. എങ്കിൽ പോലും ഒരു ദിവസം പോലും അവൾ എന്നെയോ ഉണ്ണിയോ വിളിക്കാതിരുന്നിട്ടില്ല. പക്ഷെ നീ അങ്ങനെയല്ല. എവിടെയെങ്കിലും പോയാലോ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, മറ്റുള്ളവരും വേണ്ട. നിൻ്റെ ഈ ഒരു സ്വഭാവം അതിനിയുള്ള ജീവിതത്തിൽ അത്ര നല്ലതിനായിരിക്കില്ല മനു. അമ്മ ഇങ്ങനെയൊന്നും അവനോട് സംസാരിക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതാണ്. അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമായതുകൊണ്ട് തന്നെ അതിനെല്ലാം മൗനമായി നിന്ന് കേൾക്കുക മാത്രമേ അവനെക്കൊണ്ട് ചെയ്യാനാകുന്നുണ്ടായിരുന്നുള്ളൂ. അതിനെതിർത്ത് പറയാനോ അങ്ങനെയല്ലെന്ന് പറയാനോ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ പക്കലില്ല എന്നുള്ളത് മനു അന്നേരം തിരിച്ചറിയുകയായിരുന്നു. ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. അവളെ നീ പോയി വിളിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാമെങ്കിൽ തിരിച്ചു വരാനുള്ള വഴിയും അറിയാം. അവൻ പറയുന്നതിനെയൊക്കെ തീർത്തും പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അമ്മ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. മനു അതിനൊന്നും മിണ്ടിയില്ല. കാരണം തൻ്റെ ഈ സ്വഭാവം കാരണം അമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ അത് ദേഷ്യവുമായി തീർന്നിട്ടുണ്ട് എന്ന് മനുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു.
ഒന്നും മിണ്ടാതെ തന്നെ മനു കാറിൻ്റെ താക്കോലെടുത്ത് പുറത്തേക്കിറങ്ങി. അവൻ നേരെ പോയത് അമ്മാളുവിൻ്റെ വീട്ടിലേക്കാണ്. പോകുന്ന വഴി US പോയി വന്നപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുക്കാനും അവൻ മറന്നില്ല. അവൻ്റെ കാറ് വീടിന് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അകത്തു നിന്ന് അമ്മയാണ് ഇറങ്ങി വന്നത്. അച്ഛൻ പഞ്ചായത്തു നിന്ന് ഏകദേശം 5 മണിയൊക്കെ കഴിയുമ്പോൾ എത്തുകയുള്ളൂ. കാറ് കണ്ടിട്ടും ആരാണെന്ന് മനസ്സിലാകാത്തതുപോലെ അമ്മ സംശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. കാറിൽ നിന്നും അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖം ആശ്ചര്യത്തോടെ വിടരുന്നത് മനു ഒന്ന് പുഞ്ചിരിയോടെ നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.